നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വരകൃപയാൽ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. കഴിഞ്ഞ വീക്ക്ലി വ്ളോഗിൽ ഞാൻ ഒരു ടിപ്പ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് പതിവ് പോലെ ഒരു വീക്ക്ലി വ്ളോഗാണ് കേട്ടോ. ഈ ആഴ്ചയിലെ ഹൈലൈറ്റ്സ് കാണാം. ഈ ആഴ്ചയിലെ തുടക്ക ദിവസം സന്ധ്യയ്ക്ക് ഞാൻ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം ഒരു പെറ്റ് ഷോപ്പിലേക്ക് പോയി. നടന്നാണ് പോയത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞാൻ നടന്നു. അവിടെ പോയി ബൂബുവിന് ഫുഡ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് ഞാൻ മേടിച്ചത്. ഒത്തിരി നാളായിട്ട് ഞാൻ അത് മേടിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സ്റ്റാൻഡാണിത്. ഇപ്പോൾ എൻ്റെ ബൂബുവിന് 15 വയസ്സ് കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് ആകുമ്പോൾ 16 വയസ്സാവും. അപ്പോഴെങ്കിലും എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ബൂബുവിന് ഒരുപാട് കുനിയാതെ അവൻ്റെ ഹൈറ്റിൽ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ടൊരു സൗകര്യം ഈ സ്റ്റാൻഡിലൂടെ കിട്ടിയായിരുന്നു. ബെറ്റർ ലേറ്റ് ദെൻ നെവർ എന്നല്ലേ പറയുന്നത്. ഇത് അടുത്ത ദിവസമാണേ. ഈ സ്ഥലം എന്ന് പറയുന്നത് സൗഭാഗ്യയുടെ അച്ഛൻ പണ്ട് ഒരു ഡാൻസ് സ്കൂള് നടത്തിയിരുന്നു. അന്ന് ഈ ചായക്കടയിൽ നിന്നാണ് ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ വാങ്ങിച്ചു കഴിച്ചത്. ആ ഓർമ്മകളാണ് ഓടിയെത്തിയത്. സ്റ്റൈൽ പ്ലസിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആ കട. സന്ധ്യ കഴിഞ്ഞ് ഞാൻ സൗഭാഗ്യയുടെ വീട്ടിലെത്തി. അവിടുത്തെ പുതിയ അതിഥി നന്ദൂട്ടൻ എന്ന് വിളിക്കുന്ന കാളക്കുട്ടിയെ കാണാനാണ് പോയത്. അവനെ കണ്ടു, പരിചയപ്പെട്ടു, ഒത്തിരി സന്തോഷമായി. നന്ദുക്കുട്ടിയാണോ? നന്ദുവിന്റെ അമ്മൂമ്മയല്ലേ? സുധാപുന്റെ നന്ദുന്റെ ഒക്കെ അമ്മൂമ്മ. നന്ദുക്കുട്ടി, നന്ദുമതിയുടെ ചീര വേണോ? ചീര തരട്ടെ? ചീര കഴിക്കുവോ? നോക്കട്ടെ. കഴിക്കാൻ പുറകോട്ട്. തൊട്ട് ഞാൻ കഴിക്കുന്ന അതല്ലോ കഴിച്ചിട്ട് മിക്കവാറും കഴിക്കേണ്ടതാണ്. കഴിക്കുന്നു. ഞാൻ ചെയ്ത് തണ്ട കൊടുത്തത്. ഹാപ്പി ആയിട്ട് കഴിക്കണം.
ഓക്കെ ഒരു മധുരോ അയ്യമ്മനെ ഇഷ്ടപ്പെട്ടോ So great, so great. Okay. Very nice. വേറെ ചോക്ലേറ്റ് ഇല്ല പഴം വേണോ ദോശ ദോശ ആശം ദോശ ആശമ്മ ദോശ തരും ആശമ്മ ദോശ തരും ആശമ്മ ദോശ തരൂ ആശമ്മ ദോശ തരൂ ദോശ തരൂ ദോശ തരൂ ഓ വെച്ചിരിക്കില്ലേ ആരാ കേട്ടാ അച്ഛൻ്റെ സ്കൂളിൽ പോണത്തിനാണ് വരയ്ക്കാൻ പറഞ്ഞ ടീച്ചർ എന്ത് പടം വരച്ച എന്ത് പടം വരച്ച കൊച്ചേരി എന്ത് പെയിന്റ് ചെയ്തു എന്ത് വരച്ചെന്ന് പറ റെഡ് ഫ്ലവർ കണ്ടോ റെഡ് ഫ്ലവർ കണ്ടോ ഇത് നെക്സ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം ഞാൻ ബൂബുവിൻ്റെ ഒരു സ്റ്റാൻഡ് മേടിക്കാനായിട്ട് പെറ്റ് ഷോപ്പിൽ പോയപ്പോൾ പൂച്ചുവിനെ കളിപ്പിക്കാനായിട്ട് ഒരു ടോയ് കൂടെ മേടിച്ചു. അത് വെച്ച് ഞാനും പൂച്ചുവും കൂടെ കുറേ കളിച്ചു. പിടിച്ചോ ഈ ആഴ്ചയും ഡാൻസ് ക്ലാസ്സിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു മഹാദേവൻ്റെ പേരിലൊരു ഐറ്റം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അത് കംപ്ലീറ്റ് അവരെ പഠിപ്പിച്ച് തീർത്തു. ഇനി റിഹേഴ്സൽസ് മാത്രം മതിയാവും. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും ഒരുമിച്ച് നിർത്തി അതങ്ങ് പഠിപ്പിച്ച് പൂർത്തിയാക്കി. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരി നിഷി ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. സൂത്രം കൊണ്ടുവന്നോ എന്ന് ചോദിക്കുന്ന സുധാപൂവിന് വേണ്ടിയിട്ട് ഗിഫ്റ്റുമായിട്ട് ഞാൻ വീണ്ടും സൗഭാഗ്യയുടെ അടുത്തെത്തി. അച്ഛനടുത്ത് വെച്ച പൈസ ഉണ്ടോ? ഓക്കെ തീർന്ന് അമ്മാട്ടെടുത്ത് സൂത്രം വായിച്ച പോവാ. കഷ്ടമുണ്ടോ കേട്ടാ.
സുധാപ്പു കഷ്ടമുണ്ട് കേട്ടോ. സുധാപ്പുവേ കൊള്ളാമോ? എങ്ങനെയുണ്ട്? സൂപ്പർ. കാണിച്ചേ, എങ്ങനെ കാണിക്കാം? അച്ഛൻ അതിനേക്കാൾ സൂപ്പറാ. ഇത് നെക്സ്റ്റ് ഡേ പതിവ് ജോലിയിൽ ഒരെണ്ണമാണേ. ഞാൻ നനച്ച തുണിയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. അതൊക്കെ നല്ലപോലെ മടക്കി ഓർഗനൈസ് ചെയ്തങ്ങ് വെച്ചു. എൻ്റെ വീക്ക്ലി വ്ളോഗിലെ ഡെയിലി റുട്ടീനൊക്കെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷമാണ്, ഇൻസ്പിറേഷനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജസൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തരുന്നത്. ഞാൻ ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൂടുതൽ ചെയ്യാനായിട്ട് എന്നെ പ്രചോദനം നൽകുകയും ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ് അത് പറയാതെ വയ്യ കേട്ടോ. നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ തുണിയൊക്കെ മടക്കി വയ്ക്കുന്ന ഈ ഹൈറ്റുള്ള സ്റ്റാൻഡ് ശ്രദ്ധിച്ചായിരുന്നു? ആക്ച്വലി ഞാൻ ഒരു ചെറിയ സ്റ്റാൻഡ് ചെയ്തില്ലേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നുകൊണ്ട്. ആ സ്റ്റാൻഡ് ചെയ്തിട്ട് അതിൽ ബാക്കി വന്ന പ്ലൈവുഡ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി വന്ന പ്ലൈവുഡും പിന്നെ ഒരു ചെറിയ പീസും കൂടെ മേടിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്റ്റാൻഡ് ആക്ച്വലി അനിക്കുട്ടിയുടെ ഹസ്ബൻഡ് ബാബു ചേട്ടൻ്റെ ഐഡിയ ആണ്. പുള്ളി പറയുന്നത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇരുന്നു കൊണ്ട് ഒരുപാട് സമയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു ഹൈറ്റുള്ളൊരു സ്റ്റാൻഡിൽ നമ്മൾ നിന്നുകൊണ്ടാണ് ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ശരീരത്തിന് വലിയ കുഴപ്പങ്ങൾ സംഭവിക്കില്ല. അതിന് കാരണം നമ്മൾ കുറച്ച് നേരം ഒക്കെ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടക്കാം, ചെറിയ എക്സസൈസൊക്കെ ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം, അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസിൽ, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുണ്ടാക്കി അനിക്കുട്ടി എനിക്ക് ഗിഫ്റ്റ് ചെയ്യുമായിരുന്നു. ഇത് കഴിഞ്ഞ് അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ചെടികൾക്കൊക്കെ വളമിടുന്നതാണ്. എവറി 2 weeks ഒരു 10 to 15 days ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ചെടിയൊക്കെ നോക്കുന്നതിൽ എന്നെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നതും ഇൻസ്പയർ ചെയ്യുന്നതും അർജുൻ തന്നെയാണ്. അപ്പോൾ അർജുൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ചെടികളൊന്നുമില്ല, കാരണം എനിക്ക് സ്ഥലമില്ല അവിടെ, പിന്നെ സമയക്കുറവുമുണ്ട്, നോക്കി പരിപാലിക്കാൻ എനിക്ക് അത്ര സമയവുമില്ല. അപ്പോൾ ഉള്ള സ്ഥലത്തെ കുറച്ച് ഗ്രീനറി ഇതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ഇടുന്നത്. അതിൽ കുറച്ച് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് എല്ലാ ചെടികൾക്കും ഒരു 10 to 15 days കൂടുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇടാറുണ്ട്. ആ ജോലിയാണ് ഈ ആഴ്ച എനിക്ക് വന്നിരിക്കുന്നത്.
താഴെ കാർ ഷെഡിൻ്റെ ഒരു വശത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് വെയിൽ കിട്ടാറില്ല. അപ്പോൾ ഒരു സെമി ഷെയ്ഡിലൊക്കെ വളരുന്ന ചെടികളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അവർക്കും എല്ലാവർക്കും ഞാൻ കുറേശ്ശെ വളമിട്ടു. ഈ സൈഡോടുകൂടി ചേർന്ന് തൊട്ടടുത്ത വീട്ടിലൊരു മണിമുല്ലയുണ്ട്. അതിനും ഇവരുടെ കൂടെ ഞാൻ വളമിടാറുണ്ട്. ഞാൻ അങ്ങനെ വളമിടുന്ന കാര്യം അവർക്ക് ഇതുവരെയും അറിയില്ല. പുറകുവശത്ത് 2 ചെടികളാണുള്ളത്. എൻ്റെ പവിഴമല്ലി ചെടിയും ഒരു ചെറി ട്രീയും. ഇവർക്ക് 2 പേർക്കും വളമിട്ടു. ഇതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ പവിഴമല്ലി ചെടി. ഇപ്പം ചെടിയാണോ മരമാണോ എന്ന് വെച്ചാൽ മരമായിട്ട് വരികയാണത്. ഇത് ചെറി. ഇത് നിംസ് ഹോസ്പിറ്റൽ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവരെനിക്ക് ഇപ്പോൾ ബുക്കെയൊക്കെ തരാറില്ലല്ലോ, ചെടിയല്ലേ തരുന്നത്. അങ്ങനെ അവർ ഗിഫ്റ്റ് ചെയ്ത ഒരു ചെറിയ തൈയായിരുന്നു. അതിപ്പോൾ വളർന്ന് ഇത്രോളമായി. ഈ പവിഴമല്ലി ഈ സീസണിലാണ് പൂക്കുന്നത് കേട്ടോ. ഇത് പൂത്താ മുഴുവൻ തൊട്ടടുത്ത പ്ലോട്ടിലാണ് പോയി വീഴുന്നത്. കണ്ടായിരുന്നോ? അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റില്ല. ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്നൊരു കാര്യമാണത്. അപ്പോൾ ഇത് മുഴുവൻ എനിക്കൊന്ന് സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ടാണത് അങ്ങോട്ട് ചാഞ്ഞ് മുഴുവൻ പൂക്കളും അവിടെ വീഴുന്നത്. ഒരുവിധം എല്ലാ ജോലിയും ഒതുക്കിയ ശേഷം ആ ടോൾ ടേബിളിലെ പുതിയത് അതിൽ വെച്ച് ഞാൻ എഡിറ്റ് ചെയ്തു. അപ്പോഴാണ് അതിൻ്റെ ഒരു സൗകര്യം, ഒരു ആശ്വാസമൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. ബിഗ് താങ്ക്സ് ടു അനിക്കുട്ടി ആൻഡ് ബാബുചേട്ടൻ. ഇത് നെക്സ്റ്റ് ഡേ. ഇന്ന് വാലന്റൈൻസ് ഡേ കൂടിയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ സാരി, അതിൻ്റെ കളറ്, മാച്ചിങ് വളകൾ, ഇതൊക്കെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിഷ്ടമായോ എന്ന് പറയണേ, കമൻസിൽ പറയണം കേട്ടോ, മറക്കണ്ട. ഈ സാരി എൻ്റെ അമ്മയുടേതാണ്. അത് ഐ ലൈക്ക് ടു ഫ്ലോണ്ട് ബ്യൂട്ടിഫുൾ സാരി ഓഫ് മൈ അമ്മക്കിളി. ഒരു ഫങ്ഷന് പോകാനാണ് ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതെവിടേക്കാണെന്ന് ഞാൻ പറയാം കേട്ടോ. അതിനു മുന്നേ ഒരു ചെറിയ കാര്യം അറിയിക്കാനുണ്ട്. ഞാൻ കണ്ടോ, അടുത്ത വീട്ടിലെ പ്ലോട്ടിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നവർ എനിക്ക് പൂക്കൾ എടുത്ത് തരുമെന്ന് പറഞ്ഞില്ലേ, അവരൊന്ന് പരിചയപ്പെടുത്തണ്ടേ. ഇവരാണ് എന്നെ സഹായിക്കുന്ന ആ സുമനസുകൾ. ആ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് മുഴുവൻ പൂക്കളും കിടക്കുന്നത്. ഹലോ, എവിടെ? ഓ ചേട്ടാ, മുഖം കാണിച്ചേ. താങ്ക് യു. ഈ പൂക്കളാണ് ഞാൻ എൻ്റെ കൃഷ്ണൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഇനി ഫങ്ഷന് പോവാണ് കേട്ടോ. എന്നെ കൂട്ടാൻ കാർ വന്നു. ഫങ്ഷൻ ഏതാണെന്നല്ലേ? ഞാൻ പഠിച്ച സ്കൂള് നിർമ്മല ഭവൻ. അവിടെ ഇന്ന് ഒരു ഫങ്ഷനുണ്ട്. അവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഒരു ടീച്ചറെയും കൂട്ടി ഒരു സാരഥിയുമായിട്ടാണ് വണ്ടി എനിക്ക് വന്നത്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു. Gracias.
Honorable Chief Guest of the day, Tara Kalina, the beginning of മോർണിംഗ് ടീച്ചർ. എത്ര വർഷങ്ങൾ പക്ഷേ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ ചെന്ന് കയറിയപ്പോൾ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് എനിക്കെൻ്റെ ബാല്യം തിരിച്ചു കിട്ടിയതുപോലെ, എൻ്റെ പ്രായം മറന്ന്, എൻ്റെ ശബ്ദത്തിൻ്റെ വൈകല്യം മറന്നുപോയി ഞാൻ ഉറക്കെ സംസാരിച്ചു കേട്ടോ. അതൊക്കെയാണ് നമുക്ക് ലൈഫിൽ മാജിക്കൽ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനൊരു ശക്തി, അങ്ങനൊരു അനുഗ്രഹം എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതൊന്നാണ്. ആ നിറഞ്ഞ സദസ്സിന് മുന്നിൽ, ആ കുട്ടികളുടെ മുന്നിൽ സംസാരിച്ച് അവരുടെ കരഘോഷമൊക്കെ കേട്ടപ്പോൾ മതിമറന്ന് ആനന്ദത്തിൽ ആറാടി എന്ന് തന്നെ പറയാം. അങ്ങനെ വളരെ സന്തോഷവതിയായി കുട്ടികൾക്ക് വേണ്ടി നൃത്തം ചെയ്ത ശേഷം അതുപോലെ തന്നെ കുറേ കുട്ടികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ഇന്നത്തെ സുദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്കൊരു ചെടിയും അവിടെ നിന്ന് സമ്മാനമായിട്ട് കിട്ടി. ഒപ്പം ഒരു ഗിഫ്റ്റ് ഹാമ്പറും കിട്ടി. വളരെ വളരെ സന്തോഷവതിയായി നിറഞ്ഞ മനസ്സോടെ അവരോട് യാത്ര പറഞ്ഞ് ഞാൻ പുറപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. God bless you all. Take care.